കോർപ്പറേറ്റ് ഭീമൻ രാജീവ് ചന്ദ്രശേഖറിന് കേരള ബിജെപിയെ രക്ഷിക്കാൻ കഴിയുമോ? വിവിധ ഗ്രൂപ്പുകളെ പിന്തള്ളി അധികാരം പിടിച്ചെങ്കിലും നേരിടാനുള്ള വെല്ലുവിളികൾ ഏറെ. കേരളത്തിലെ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം നിയമിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ നിർണായകമായ മാറ്റങ്ങൾ. പ്രത്യയശാസ്ത്രത്തിനപ്പുറം കേരളത്തിലെ പ്രബലമായ ഇടത്തരക്കാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ ബിജെപി കേന്ദ്ര നേതൃത്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസം, വിജയിച്ച ബിസിനസ്സുകാരൻ, രാഷ്ട്രീയത്തിനപ്പുറം ആശയവിനിമയം നടത്താനുള്ള അസാമാന്യ കഴിവ് എന്നിവ രാജീവ് ചന്ദ്രശേഖറിന്റെ അധിക യോഗ്യതയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ച പ്രകടനം കാഴ്ചവെക്കാനായത് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനപിന്തുണയുടെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. എന്നാൽ അദ്ദേഹം നേരിടാൻ പോകുന്ന സംഘടനാപരമായ വെല്ലുവിളികൾ ചെറുതല്ല. സംഘടനയിൽ പുതുമുഖമായ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രമന്ത്രിയാകുന്നതിന് മുൻപ് പാർട്ടി ദേശീയ വക്താവ് സ്ഥാനം അലങ്കരിച്ചതൊഴിച്ചാൽ സംഘടനാ തലത്തിൽ യാതൊരുവിധ അനുഭവ സമ്പത്തുമില്ല. കേരളത്തിലെ ബിജെപിയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ നേരിടുക എന്നത് അദ്ദേഹത്തിന് കനത്ത വെല്ലുവിളി തന്നെയാണ്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ചന്ദ്രശേഖറിന്റെ വരവെങ്കിലും സംസ്ഥാനത്തിനകത്തെ ഗ്രൂപ്പുകളുടെ എതിർപ്പുകളെ മറികടക്കേണ്ടതുണ്ട്. മന്ത്രിയായോ MP ആയോ പ്രവർത്തിക്കുന്നത് പോലെയല്ല സംഘടനാ ചുമതല. അധ്യക്ഷൻ മുഴുവൻ സമയവും ലഭ്യമായിരിക്കുക എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ അനിവാര്യമാണ് താനും. കമ്പനി MD പോലെ സംഘടനാ ജോലികൾ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകി ഓഫീസിൽ ഇരുന്ന് പ്രവർത്തനം നിരീക്ഷിക്കാൻ സാധിക്കില്ല. അതിനാൽ സ്വന്തം ശൈലിയിൽ നിന്ന് പുറത്തു കടക്കാതെ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ഒഴിഞ്ഞു വെക്കാതെ രാജീവ് ചന്ദ്രശേഖറിന്റെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഗ്രൂപ്പുകൾക്ക് അതീതമായി സംസ്ഥാന ബിജെപിയെ നയിക്കുക എന്ന പരീക്ഷണമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. എങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം. അദ്ദേഹം സ്വയം മാറാനും മറ്റുള്ളവരെ മാറ്റാനും തയ്യാറായാൽ കേരള രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. സ്വന്തം ശൈലിയിൽ നിന്ന് പുറത്തു കടന്ന് പൂർണ്ണമായും രാഷ്ട്രീയക്കാരനാവുക, സംസ്ഥാന പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മറികടക്കുക, കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ ശക്തമായ ഒരു ടീമിനെ വാർത്തെടുക്കുക, ആധുനിക പ്രചാരണ രീതികൾ ഉപയോഗിച്ച് പാർട്ടിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ വെല്ലുവിളികളെ അതിജീവിച്ച് രാജീവ് ചന്ദ്രശേഖർ മുന്നേറിയാൽ കേരളത്തിൽ ബിജെപിയുടെ അടിത്തറ കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ കഴിയും. കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്ന് രാജീവ് ചന്ദ്രശേഖറിന് തന്നെ നന്നായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ ചിട്ടയോടെയും ഐക്യത്തോടെയുമുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ബിജെപിയുടെ പിന്തുണയില്ലാതെ ആർക്കും കേരളം ഭരിക്കാനാകില്ല എന്ന സാഹചര്യം ഉരുത്തിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.